കാസ ക്രിസ്ത്യാനികൾക്കിടയിലെ RSS എന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കോട്ടയത്തെ തിരുനക്കരയിൽ CPM സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി. ക്രിസ്ത്യാനികൾക്കിടയിലെ RSS ആണ് കാസ. കാസ എന്നാൽ RSS ആണെന്ന് MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. മുസ്ലിം വിരുദ്ധതയാണ് കാസയുടെ മുഖമുദ്ര. മുസ്ലിം വിരുദ്ധതയുടെ കരുത്തായി നിലകൊള്ളുന്നത് RSS നിലപാടാണ്. RSSൻ്റെ നിലപാട് തന്നെയാണ് കാസ കൈകാര്യം ചെയ്യുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുമെന്ന് പ്രഖ്യാപിച്ച കാസയ്ക്ക് പിന്നിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ BJP ആണെന്ന് കാണാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വർഗീയ ശക്തികളും CPMനെയാണ് പൊതുശത്രുവായി കാണുന്നതെന്നും കോൺഗ്രസും വർഗീയ ശക്തികളുമായി അന്തർധാരയുണ്ടെന്നും ഗോവിന്ദൻ ആരോപിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ പുതിയൊരു സംവിധാനം രൂപപ്പെട്ട് വരുന്നുണ്ട്. കാസ ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രവർത്തിക്കും RSS. ഈ കാസയാണെന്നുള്ള തിരിച്ചറിഞ്ഞ് നിൽക്കുവാണ്. കാസ എന്ന് പറഞ്ഞാൽ RSS ആണ്. മുസ്ലിം വിരുദ്ധതയാണ് അതിൻ്റെ മുഖമുദ്ര. ആ മുസ്ലിം വിരുദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായി നിലകൊള്ളുന്നത് RSSന്റെ ഭാഗമായിട്ട്. RSSന്റെ നിലപാട് തന്നെയാണ് കാസ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴത് പറയുന്നത് ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കാൻ പോവാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കും. ആ പാർട്ടി RSSുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. പച്ചയായിട്ട് പറയാണ്, ക്രിസ്ത്യാനികൾക്കിടയിലാണ് കാസയെങ്കിലും സത്യം പറഞ്ഞാൽ അത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് RSS ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളാണെന്നുള്ളതാണ്. സംസ്ഥാന സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട PK ബിജു, മന്ത്രി VN വാസവൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്നിവർക്ക് CPM തിരുനക്കരയിൽ സ്വീകരണം നൽകി. ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ, ദേശാഭിമാനി ജനറൽ മാനേജർ KJ തോമസ്, KM രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് K അനിൽകുമാർ, റജി സക്കറിയ തുടങ്ങിയവരും സംസാരിച്ചു.